അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 5 ആണ് ലാക്കയിലെ. അപ്പോൾ മോഡ്യൂൾ 5 നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ മോഡ്യൂൾ ആക്ച്വലി ഫുൾ മെട്രിക്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. നമുക്ക് എങ്ങനെയാണ് ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A11 x1 + A12 x2 + എക്സെട്ര അപ് ടു A1n xn = B1. അപ്പോൾ ഇതിനകത്ത് ഈ A11 A12 A1n എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മെട്രിക്സിൻ്റെ എലമെൻസിനെ സൂചിപ്പിക്കുന്നു. x1 x2 എക്സെട്ര അപ് ടു xn എന്ന് വെച്ചാൽ വേരിയബിൾസിനെ കാണിക്കുന്നു. B1 B2 BM അല്ലെങ്കിൽ BN എന്നൊക്കെ പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു സിംപ്ലിഫൈഡ് രീതിയിൽ എങ്ങനെ എഴുതാം? AX = B എന്നുള്ള രൂപയാണ് എഴുതാം. അപ്പോൾ A എന്നൊരു മെട്രിക്സ് എന്ന് വെച്ചാൽ M × N ആയിരിക്കും. X എന്നൊരു മെട്രിക്സ് N × 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? M × N ആയിരിക്കും. എപ്പോഴും നമ്മളത് ഓർത്ത് വെച്ചേക്കണം. കാരണം നമ്മൾ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യത്തെ മെട്രിക്സിൻ്റെ ലാസ്റ്റും അടുത്ത മെട്രിക്സിൻ്റെ ആദ്യവും സെയിം ആയിരിക്കണം, സെയിം വാല്യൂസ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ എയുടെ ജനറൽ ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്, എക്സിൻ്റെ ജനറൽ ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്, ബി എങ്ങനെയാണെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി മെട്രിക്സിന് നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഇൻ്റർചേഞ്ച് ഓഫ് റോസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മെട്രിക്സിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? RI = KRI. നമുക്കൊരു വാല്യൂ, ഒരു മെട്രിക്സിൻ്റെ ഒരു റോയിൻ്റെ വാല്യൂസിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്കൊരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വേറൊരു വാല്യൂ ആയിട്ട് ഇതിനെ ആഡപ്പും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എക്കലോൺ ഫോമാണ്. നമ്മൾ എങ്ങനെയാണ് എക്കലോൺ ഫോം ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, റെഡ്യൂസ് 1 2 3 4 5 6 0 15 3 ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻ ഈച്ച് റോ ഫസ്റ്റ് non-zero element ഷുഡ് ബി 1. എല്ലാ റോസിൻ്റെയും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. പിന്നെ ഓൾ ദ എലമെൻറ്റ്സ് ബിലോ ദാറ്റ് 1 ഷുഡ് ബി 0. 1ന് താഴെയുള്ള എല്ലാ എലമെൻറ്റുകളും 0 ആയിരിക്കണം. Then proceed through next non-zero row and proceed as usual, and finally we get a form called echelon form in which all the non-zero elements are towards to right. അതായത് ഈ ഒരു ഫോമിൽ കിട്ടണം. ആദ്യത്തെ റോ എല്ലാം non-zero, പിന്നെ ബാക്കി 1ൻ്റെ താഴെ വരുന്ന എല്ലാം 0 ഫോമിലോട്ട് മാറണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഓൾറെഡി ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ റോയിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളുടെ ഇനി അടുത്ത ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് 4നെ 0 ആക്കണം. അപ്പോൾ 4നെ 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് മെത്തേഡ് ചെയ്യാം? റോ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ്? ഇത് R1, ഇത് R2, ഇത് R3 ആണ്. അപ്പോൾ R2ൽ നിന്നും 4R1 മൈനസ് ചെയ്താൽ 4ൻ്റെ സ്ഥാനം 0 ആവും. കറക്റ്റ് അല്ലേ? R2ൽ 4 ഉണ്ട്, -4 × 1 4. അപ്പോൾ 4 - 4 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പം ഇത് R2നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. R2 ചേഞ്ചസ് ടു എന്നാണ്. അപ്പോൾ R2ൻ്റെ ഫുൾ ഇത് ബാധകമാണ്, 4നും 5നും 6നും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1ന് താഴെ നമുക്ക് 2 സീറോസാണ് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത ഉദ്ദേശം എന്തുവാ? അടുത്ത ഉദ്ദേശം 15നെ നമ്മൾ 0 ആക്കണം. കാരണം 1ന് താഴെ വരുന്നതെല്ലാം നമ്മൾ 0 ആക്കണം. 15നെ 0 ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ R2 = -1/3 R2. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്നും കൂടി ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. R3 = R3 - 15 R2. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് പക്ക എക്കലോൺ ഫോമിലാണ് കിടക്കുന്നത്. കാരണം എവിടെയെല്ലാം 1 ഉണ്ടോ അതിൻ്റെ താഴെ ഉള്ള വാല്യൂസ് എല്ലാം 0s തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് കേട്ടോ ഇത്. അതായത് നമ്മൾ റോസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ റോസ് തന്നെ നമ്മൾ ചെയ്യുക. കോളംസ് നമ്മൾ പൊതുവേ അങ്ങനെ എടുക്കാറില്ല, എല്ലാം നമ്മൾ റോ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. 4/4 ഉണ്ട്. ഏത് നമ്മൾ എടുത്താലും ഈ അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ ലാസ്റ്റ് വന്നേക്കുന്ന റിസൾട്ടൊക്കെ. ഓക്കെ.
ഇനി അടുത്തതെന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്? ഇഫ് എ മെട്രിക്സ് ഈസ് ഇൻ എക്കലോൺ ഫോം ദെൻ ദ റാങ്ക് ഈസ് ഗിവൺ ബൈ നമ്പർ ഓഫ് നൺസീറോ റോസ് ഇൻ എക്കലോൺ ഫോം. അതായത് നമ്മൾ മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം എത്ര നൺസീറോ ആയിട്ടുള്ള റോസ് ഉണ്ട്, അതാണ് റാങ്ക്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ മെട്രിക്സിനെ നമ്മൾ ഓൾറെഡി എക്കലോൺ ഫോമിലോട്ടാക്കിയ റിസൾട്ടാണിത്. ഇതിനകത്ത് ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആണ്. അപ്പോൾ നമ്മൾ ആ റോയിനെ കൺസിഡർ ചെയ്യൂല. ബാക്കി എത്ര റോസ് ഉണ്ട്? 3. അപ്പോൾ ഈ മെട്രിക്സിന് റാങ്ക് എത്രയാണ്? 3. കണ്ടോ? ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ റാങ്ക് എ ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ക്രോസ് എലിമിനേഷൻ മെത്തേഡ് ഫോർ സോൾവിങ് എ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നമുക്ക് 3 ഇക്വേഷൻസ് തരും. അപ്പോൾ ഫസ്റ്റ് വൺ 8y + 6z is equal to -4. സെക്കൻഡ് വൺ -2x + 4y - 6z is equal to 18. അടുത്തത് x + y - z is equal to 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ 3 മെട്രിക്സുകളാക്കി മാറ്റണം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ജനറൽ ഫോം എന്ന് വെച്ചാൽ ഒരു എ മെട്രിക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എ നമ്മളെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് ഈ വാല്യൂസ് മാത്രം എഴുതുന്നതാണ് നമ്മളുടെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് 8. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഈ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ എക്സിൻ്റെ ടേം ഇല്ലെങ്കിൽ ആ ഇക്വേഷനകത്ത് നമ്മൾ 0 കൊടുക്കും. അപ്പോൾ 0, പിന്നെ 8, 6, അത് ഫസ്റ്റ് റോ. അടുത്തതോ -2, 4, -6. അടുത്തതോ അവിടെ നമുക്ക് എക്സ് വൈ ഇസഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കും. അപ്പോൾ 1, 1, പിന്നെ -1. അപ്പോൾ നമുക്ക് എ എന്നൊരു മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ്. എക്സ് എന്നൊരു മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇതിനകത്തുള്ള ഫുൾ വേരിയബിൾ. അതൊരു കോളം മെട്രിക്സ് ആണ്. ഓക്കെ, 3/1 മെട്രിക്സ് ആണത്. അപ്പോൾ എക്സ് വൈ ഇസഡ്. ഇനി ബി എന്താ? ഇതിൻ്റെ എല്ലാം റൈറ്റ് സൈഡ് കിടക്കുന്ന -4, 18, 2. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് 3ഉം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ A:B, അതായത് A:B എന്ന് വെച്ചാൽ എ മെട്രിക്സും ബി മെട്രിക്സും കൂടെ ഒന്നിച്ചൊരു മെട്രിക്സ് ആക്കി മാറ്റും. അപ്പോൾ എങ്ങനെ വരും? 0, 8, 6, -4 ഒന്നാമത്തെ റോ, -2, 4, -6, 18 രണ്ടാമത്തെ റോ, 1, 1, -1, 2 മൂന്നാമത്തെ റോ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനൊരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് എത്ര തന്നെയാണ്? 3 ആണ് ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി, ഇതിനെ നമ്മൾ ഇനി സെപ്പറേറ്റ് ആക്കണം. അതായത് A:B ഫോമിലല്ലേ വന്നത്. ഇനി നമ്മളിതിനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ ഇത്രയും ഭാഗം എ ആയിട്ട് കാണും. ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എഴുതും. 1, 1, -1 ഫസ്റ്റ് റോ, 0, 1, -8/6, 0, 0, 1 ഇൻറ്റു XYZ = 2, പിന്നെ 22/6 -2. ഇനി ഇതിനെ നമ്മളൊരു ഇക്വേഷനാക്കി മാറ്റും. അപ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് ഇക്വേഷൻ എന്താ? ഇങ്ങനെ x + y - z = 2. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡോ? എക്സിന് ടേം ഇല്ല. അപ്പോൾ y - 8/6 z = 22/6. മൂന്നാമത്തതോ ഇസഡ് = -2. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇസഡിൻ്റെ വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ ഇടുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. ആ വൈയുടെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ കൂടെ എടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഇടുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എക്സ് -1 ആണ്, y 1 ആണ്, ഇസഡ് -2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനകത്ത് അതിനെ അപ്ലൈ ചെയ്യുക. ഇവിടെ ഇത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് തന്നെ നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് അടുത്തൊരു ചോദ്യമാണ് കേട്ടോ. ഇത് വേറൊരു ചോദ്യം. അപ്പോൾ ഇത് 3 നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ നോക്കുക, റാങ്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, എക്കലോൺ ഫോമിലോട്ട് മാറുന്നുണ്ടോ, XYZൻ്റെ വാല്യൂസ് കറക്റ്റാണോ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആൻഡ് നൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കി. നമ്മൾ ഇനി അത് ഹോമോജീനിയസ് ആണോ നൺ ഹോമോജീനിയസ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കറിയാം ജനറൽ ഫോർമാറ്റ് എന്ന് വെച്ചാൽ AX = B എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ
ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നൺ ഹോമോജീനിയസും ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഹോമോജീനിയസ്. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹോമോജീനിയസ് നോക്കാം. അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുന്ന ഫോർമാറ്റാണ് ഹോമോജീനിയസ്. ഓക്കെ, അപ്പോൾ അതാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കി എ എക്സ് ബി ഫോമിലോട്ട് ആക്കി. അപ്പോൾ ബി ഓൾറെഡി 0 ആണല്ലേ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റി. കാരണം എയും ബിയും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് കംപ്ലീറ്റ്ലി കോളം ഒന്നുമില്ല. അപ്പോൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റി. എക്കലോൺ ഫോമിലോട്ട് മാറിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി നമ്മൾ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് ഹോമോജീനിയസ്. നൺ ഹോമോജീനിയസ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തത് സെയിം പോലെ തന്നെയാണ്. 3 ഇക്വേഷൻസ് ഉണ്ടാവും, നമ്മളതിനെ എടുക്കുന്നു. ഇതിപ്പോൾ ഇതെല്ലാം ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് അല്ലാത്ത നമ്മൾ ചെയ്യുമ്പോൾ നൺ ഹോമോജീനിയസ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളും. ബി എന്നൊരു ഫോർമാറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ എയും ബിയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ എക്കലോൺ ഫോമിലോട്ട് മാറ്റും. അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കും, എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. നമ്മൾ മുന്നേ ചെയ്ത നോർമൽ ഇത്. ഹോമോജീനിയസ് ആകുമ്പോൾ ബി എന്ന് പറയുന്ന കോളം ഫുള്ളും 0. ഓക്കെ, അടുത്തത് വെക്ടർ സ്പേസ് ആണ്. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് വിയും എഫും. വി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, എഫ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് സ്കെയിലർ. ഓക്കെ, പ്ലസ് കാണിച്ചാൽ വെക്ടർ അഡീഷനും ഡോട്ട് കാണിച്ചാൽ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെക്ടർ അഡീഷൻ നോക്കാം. ഇപ്പോൾ വെക്ടർ അഡീഷൻ എന്ന് വെച്ചാൽ 4 പ്രോപ്പർട്ടീസാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, സ്കെയിലർ മൾട്ടിപ്ലിക്കേറ്റീവിലും പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് വെക്ടർ അഡിറ്റീവാണ്, അല്ലെങ്കിൽ വെക്ടർ അഡിറ്റീവാണ്. അതുപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേറ്റീവാണ്. അടുത്തെന്ന് പറയുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് ചോദിക്കും ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. നമുക്ക് 3 സെപ്പറേറ്റ് റോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ഈ വെക്ടേഴ്സ്. ഇപ്പോൾ നമുക്കിവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 വെക്ടേഴ്സ് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എഴുതുക. അതായത് 3 റോസിനെ എടുത്ത് 3 വെക്ടേഴ്സിനെ 3 റോസ് ആയിട്ട് എടുത്ത് എഴുതുക. ഇനി എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാങ്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് റാങ്ക് 3 ആണ്. അപ്പോൾ നമ്മൾക്ക് എത്ര വെക്ടേഴ്സ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ? 3 വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിംഗിൾ റോ ആണ് ഒരു വെക്ടർ. അപ്പോൾ 2, 3. അപ്പോൾ നമുക്ക് കിട്ടിയ വെക്ടറിൻ്റെ എണ്ണവും റാങ്കും സിമിലർ ആണെങ്കിൽ, ഇപ്പോൾ 2, 3 ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. അല്ല, നമുക്ക് കിട്ടുന്ന വെക്ടറും റാങ്കും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് 3 വെക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് ആക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റാങ്ക് 2 ആണ്. അപ്പോൾ വെക്ടർ 3ഉം റാങ്ക് 2ഉം. അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം റാങ്കും വെക്ടറും സെയിം ആയ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഡിഫറെൻ്റ് ആയ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളത്. പിന്നെ അടുത്തത് അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതും ഇതുപോലെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ, ഏതെങ്കിലും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ, അത് ചെയ്ത് നമ്മൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക. അപ്പോൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ 3 റോസിനെ, ഇപ്പോൾ ഇത് എക്കലോൺ ഫോം ആണല്ലോ, എക്കലോൺ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആ റോസിനെ നമ്മൾ ഇതുപോലെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഇത് 1 0 0, ഒരൊറ്റ വെക്ടർ. അടുത്തത് ഇത് ആക്ച്വലി ഇവിടെ 3 അല്ല 0 ആണ് വരേണ്ടത്, ഒരു മിസ്റ്റേക്കാണ്. 3 5 0, അടുത്ത 0 0 5. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ബേസ് ഉണ്ട് ഇവിടെ? ആക്ച്വലി 3. അപ്പോൾ നമ്മളതിനെ ഡയമെൻഷൻ 3 എന്ന് പറയും. അപ്പോൾ ഇതും 2 3 മാർക്കിനൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെയുള്ള സംഭവമാണ് റോ സ്പേസ്. ഓക്കെ, റോ സ്പേസും ഉണ്ട് കോളം സ്പേസും ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ നോക്കുന്നത് റോ സ്പേസ് ആണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ ബേസിസ് ഓഫ് റോ സ്പേസും കോളം സ്പേസും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് റോ സ്പേസ് ചെയ്യാം. റോ സ്പേസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മെട്രിക്സ് എടുക്കുക, അതിനെ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക? ബേസിസ് കണ്ടുപിടിക്കുക. കോളം സ്പേസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോളം ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
അല്ലെങ്കിൽ നമുക്ക് റോ ആയിട്ടും ചെയ്യാം. റോ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? കോളം രീതിയിൽ നമ്മൾ എഴുതണം. അതാണ് നമ്മളുടെ കോളം സ്പേസ് എന്ന് പറയുന്നത്. കോളം ബേസ് നമ്മൾ ഉദ്ദേശിക്കുന്നതുണ്ട് ഈ ഒരു ഫോർമാറ്റിൽ. കോളം ബേസ് ആയിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അപ്പം മോഡൽ 5ൻ്റെയും ബേസ് എന്ന് വെച്ചാൽ എക്കലോൺ ഫോം തന്നെയാണ്. ആ എക്കലോൺ ഫോം നല്ലോണം പഠിക്കുക. അതിനുശേഷം പിന്നെ സിസ്റ്റം കണ്ടുപിടിക്കുക. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. പിന്നെ അതുപോലെ തന്നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ബേസിസ് കണ്ടുപിടിക്കാനും കോളം സ്പേസും റോ സ്പേസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ഹോൾ മോഡ്യൂൾ എന്ന് പറയുന്നത്.